നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയങ്കരിയായ നടി മഞ്ജു പിള്ളയുടെയും പ്രശസ്ത ഛായാഗ്രഹകൻ സുജിത്ത് വാസുദേവന്റെയും മകൾ എന്ന വിലാസത്തിനപ്പുറം വ്യക്തിപരമായ നിലപാടുകൾ കൊണ്ടും ഫാഷൻ സെൻസ് കൊണ്ടും ശ്രദ്ധ നേടിയ ആളാണ് ദയ സുജിത്ത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ദയയ്ക്ക് നേരെ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുമുണ്ട്. സൂപ്പർ മോഡലുകളെ പോലെ ഗ്ലാമറസ് ആൻഡ് മോഡേൺ ലുക്കിലെത്തുന്ന ദയയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വ്ലോഗറായ ഷെഫീന ബീബി രംഗത്തെത്തിയിരുന്നു. നെപ്പോ കിഡ് കാണിക്കുന്ന പോക്കൃതരം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷെഫീനയുടെ വിമർശനം മുഴുവൻ. ദയയുടെ പുതിയ ട്രാൻസിഷൻ റീലായിരുന്നു ഷെഫീനയുടെ വിമർശനത്തിന് ആധാരം. ഒരു മകളല്ലേ ഉള്ളൂ, അവൾക്ക് മര്യാദ പറഞ്ഞു കൊടുത്തൂടെ എന്നും ഷെഫീന മഞ്ജു പിള്ളയോടായി ചോദിച്ചിരുന്നു. മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ച ഷെഫീന ഇപ്പോഴത്തെ പിള്ളേരുടെ വിചാരം തുണി പറിച്ച് കളയുന്നതാണ് സ്വാതന്ത്ര്യം എന്നാണെന്നും പറയുന്നുണ്ടായിരുന്നു. ഈ കാണിക്കുന്നതാണോ ഫെമിനിസം? ഇതാണോ സ്വാതന്ത്ര്യം? മഞ്ജു പിള്ള മകളുടെ പ്രവൃത്തികൾ കാണുന്നില്ലേ? ഇതൊന്നും ഫാഷനല്ല, മോഡേണിസം തലയിൽ കയറിയതാണെന്ന് തോന്നുന്നുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്നത് പോലെയാണ് ദയയുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ തോന്നിയതെന്നും ജനറേഷൻ ഗ്യാപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരുതെന്നും ഷെഫീന പറയുന്നുണ്ട്. ഇങ്ങനെ കോലം കെട്ടുന്നത് പബ്ലിക് ന്യൂസൻസിന് കേസെടുക്കണമെന്നും ഷെഫീന പറയുന്നുണ്ട്. വീഡിയോ പുറത്തായതിനു പിന്നാലെ നിരവധി പേരാണ് ഷെഫീന ബീവിക്ക് എതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സ്ത്രീ ഒരു പൊതുശല്യമാണ്, എത്ര സ്ത്രീകളെ ആണ് ഇവർ മെന്റലി ഹരാസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളും ധാരാളമായി വരുന്നുണ്ട്. അവൾ എന്ത് ഇടണമെന്ന് അവളുടെ തീരുമാനമാണെന്നും പറഞ്ഞ് ദയയെ പിന്തുണച്ചുകൊണ്ട് നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സും വീഡിയോകൾ ചെയ്തിരുന്നു. ഇപ്പോഴിതാ ദയയുടെ വസ്ത്രദാനത്തെക്കുറിച്ചും മോഡലിംഗ് ഫോട്ടോഷൂട്ടുകളിലെ അതിരൂക്ഷമായി വിമർശിച്ച ബ്ലോഗർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം കനക്കുകയാണ്. മറ്റാരുടെയും വ്യക്തിപരമായ വസ്ത്രദാനത്തെ ഇത്തരത്തിൽ പൊതുവേദിയിൽ വിമർശിക്കുന്നത് ശരിയല്ലെന്നും ഓരോരുത്തർക്കും തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുവാനുള്ള അവകാശമുണ്ടെന്നും ഒട്ടേറെ പേർ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നുണ്ട്. ദയ എന്ത് ധരിക്കണമെന്നത് അവളുടെ തീരുമാനമാണെന്നും ബ്ലോഗറുടെ വീഡിയോ അതിരുവിട്ടെന്നും പറഞ്ഞ് നിരവധി പേരാണ് ദയയെ പിന്തുണച്ചുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സായി വീഡിയോ ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്നത്. വിമർശനം കടുത്തതോടെ ബ്ലോഗർ വീഡിയോ നീക്കം ചെയ്തു എന്ന തരത്തിൽ പ്രചരണങ്ങൾ വന്നെങ്കിലും ഇപ്പോഴും വീഡിയോ നീക്കം ചെയ്തിട്ടില്ല. അതേസമയം വിമർശിച്ചെത്തിയ ബ്ലോഗർക്ക് മറുപടിയുമായി ദയയും എത്തിയിട്ടുണ്ട്. ട്രെൻഡിംഗ് ബോൾഡ് ലുക്കിൽ ഈ 500 തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന ഹാഷ്ടാഗോടെയാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഞ്ജു പിള്ളയും ഈ പോസ്റ്റ് റീഷെയർ ചെയ്തിട്ടുണ്ട്. ചിലരുടെ പ്രവൃത്തി കണ്ട് 2 പൊട്ടിക്കണം എന്ന് മനസ്സിൽ പറഞ്ഞെങ്കിലും മാതാപിതാക്കൾ ഫേമസ് ആയതുകൊണ്ട് മീഡിയ വിമർശിക്കുമെന്ന് ഓർത്താണ് വെറുതെ ഇരിക്കുന്നത് എന്ന തന്റെ പഴയൊരു റീലാണ് ദയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഇട്ടിരിക്കുന്നത്. നീ തല്ലിയിട്ട് വാ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് ഇതിന് മഞ്ജു പിള്ള ഇട്ടിരിക്കുന്ന കമന്റ്. നേരത്തെയും പലപ്പോഴും തനിക്കെതിരെ വന്ന വിമർശനങ്ങളോട് കുറുക്കിക്കൊള്ളുന്ന മറുപടി ദയ നൽകാറുണ്ട്. ഇതുപോലെ തനിക്ക് നേരെ വന്ന ഒരു മോശം കമന്റിന് ദയ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ദയയുടെ ലുക്കിനെയും ശരീരപ്രകൃതിയെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു ഒരാളുടെ കമന്റ്. നിന്നെ കാണാൻ ആണത്തം കൂടുതലാണെന്നും ഇനി ജിമ്മിൽ കൂടി പോയി കഴിഞ്ഞാൽ നീ പൂർണ്ണമായും ഒരു ആണായി മാറുമെന്നുമായിരുന്നു ആ വ്യക്തി കുറിച്ചിരുന്നത്. ഇതിനെതിരെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ദയ ആഞ്ഞടിച്ചത്. ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ആണത്തം കൂടുതലാണെന്ന്, ഇനി ജിമ്മിൽ കൂടി പോയി കഴിഞ്ഞാൽ നീ പൂർണ്ണമായും ഒരു ആണായി മാറുമെന്ന്. എന്റെ ആണത്തം നിങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. എന്റെ ഈ ആണത്തത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്ര പൗരുഷം നിങ്ങൾക്കില്ലാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. എന്നേക്കാൾ വലിയ ആണാണ് നിങ്ങളെന്ന് കരുതാൻ മാത്രം ആണത്തം നിങ്ങൾക്ക് ഇല്ലാത്തതിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. ദയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഒരാളുടെ ശരീരം എങ്ങനെയായിരിക്കണം എന്നത് തീരുമാനിക്കേണ്ടത് മറ്റൊരാൾക്ക് അവകാശമില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ദയയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പൗരുഷം എന്നത് മറ്റൊരാളെ അധിക്ഷേപിക്കുവാനുള്ള ലൈസൻസ് അല്ലെന്നും അത് സ്വന്തം വ്യക്തിത്വത്തിലുള്ള ആത്മവിശ്വാസമാണെന്നും ദയ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദയയുടെ വസ്ത്രദാനത്തെ അരോചകമായോ പബ്ലിക് ന്യൂസൻസായോ കണക്കാക്കാൻ കഴിയില്ലെന്ന് ഷെഫീനയുടെ അഭിപ്രായത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് യൂസറായ അനൂജ് ചന്ദ്ര പറയുന്നു. വിഷയത്തിൽ പ്രതികരിച്ച അനൂജ് ചന്ദ്ര തന്റെ അഭിപ്രായം പങ്കുവച്ചത് ഫേസ്ബുക്കിലെ ഒരു കുറിപ്പിലൂടെയായിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. നടി മഞ്ജു പിള്ളയുടെ മകൾ ദയ സുജിത്തിനെ ഒരു വ്ലോഗർ പച്ചയ്ക്ക് ഇരുന്ന് ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ ഇന്ന് ഞാൻ കാണുകയുണ്ടായി. ഒന്നാമത് എനിക്ക് ആ വ്ലോഗറെ പറ്റി ഒരു അഭിപ്രായവുമില്ല. ഭാഷയ്ക്ക് ഒട്ടും മിതത്വമില്ലാത്ത ഒരു സ്ത്രീയാണ് അവർ.
അതവിടെ കിടക്കട്ടെ, അതല്ല എന്റെ വിഷയം. ദയാ സുജിത്തിന്റെ വസ്ത്രധാരണമാണല്ലോ ഇവിടുത്തെ വിഷയം. ഇതിനെ അറഞ്ചും പുറഞ്ചും ആ സ്ത്രീ വിമർശിക്കുന്നത് കേട്ടു. അതിൽ പുള്ളിക്കാരി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതാണ് എന്റെ വിഷയം. വസ്ത്രം സ്വാതന്ത്ര്യമാണ്. എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് അരോചകമാവാതിരിക്കുന്നിടത്തോളം കാലം അത് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അരോചകമായി വസ്ത്രം ധരിച്ചാൽ അത് പബ്ലിക് ന്യൂസൻസ് ആണ് എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഒന്നാമത്തെ കാര്യം ശരിയാണ്, വസ്ത്രം സ്വാതന്ത്ര്യമാണ്. പല രാജ്യങ്ങളിലും വ്യക്തികൾക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ വസ്ത്രം സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അരോചകമാവാതിരിക്കുന്നിടത്തോളം അത് സ്വാതന്ത്ര്യമാണ് എന്ന രണ്ടാമത്തെ വാദമല്ലേ, അത് പ്രശ്നമാണ്. കാരണം അരോചകം എന്നത് വ്യക്തിനിഷ്ഠമാണ്. അതായത് ഒരാൾക്ക് അരോചകമായി തോന്നുന്ന വസ്ത്രം മറ്റൊരാൾക്ക് തീർത്തും സാധാരണമായ വസ്ത്രമായിരിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ വ്യക്തിപരമായ അസ്വസ്ഥത നോക്കി മാത്രം ഒരു വസ്ത്രം തെറ്റാണെങ്കിൽ എന്നതിൽ അർത്ഥമില്ല. പിന്നെ നിങ്ങൾ അരോചകമായി വസ്ത്രം ധരിച്ചാൽ അത് പബ്ലിക് ന്യൂസൻസ് ആണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് പ്രശ്നമാണ്. കാരണം പബ്ലിക് ന്യൂസൻസ് എന്നാൽ പൊതുജനങ്ങൾക്ക് ഉപദ്രവമോ തടസ്സമോ അപകടമോ സൃഷ്ടിക്കുന്ന പ്രവൃത്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ വസ്ത്രദാനം ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് പബ്ലിക് ന്യൂസൻസ് ആകണമെന്നില്ല. അതുകൊണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ. ദയാ സുജിത്ത് ചെയ്തതിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ഒന്നും തന്നെയില്ല. നിയമം വിലക്കുന്ന തരത്തിലുള്ള പെരുമാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് ആ കൊച്ചിനെ അങ്ങ് വെറുതെ വിട്ടേക്ക് ബ്ലോഗറെ എന്നായിരുന്നു കുറിപ്പ്. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ദയാ സുജിത്ത് മോഡലിംഗ് രംഗത്തും ശ്രദ്ധേയമായ സാന്നിധ്യമാണ്. ഗ്ലാമറസും മോഡലുമായ ഫോട്ടോകളും റീലുകളും ബ്ലോഗുകളും പങ്കുവച്ച് വലിയൊരു ആരാധക വൃന്ദം തന്നെ ദയ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫാഷൻ, മോഡലിംഗ്, സ്റ്റൈലിംഗ് എന്നീ മേഖലകളിൽ തന്റേതായ പാത വെട്ടിത്തുറന്ന വ്യക്തിത്വമാണ് ദയ. ഇറ്റലിയിൽ നിന്ന് ഫാഷനുമായി ബന്ധപ്പെട്ട ഉപരിപഠനം പൂർത്തിയാക്കിയ ദയ തന്റെ വസ്ത്രദാനത്തിലും മേക്കപ്പിലും എപ്പോഴും പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. മകളുടെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന അമ്മയാണ് മഞ്ജു പിള്ള. ദയയുടെ ഫാഷൻ പരീക്ഷണങ്ങളെയും വിദേശ പഠനത്തെയും കുറിച്ച് മഞ്ജു പലപ്പോഴും അഭിമുഖങ്ങളിൽ സംസാരിക്കാറുമുണ്ട്. സൈബർ ഇടങ്ങളിലെ വിഷലിപ്തമായ കമന്റുകളെ അവഗണിക്കുന്ന അർഹിക്കുന്ന മറുപടി നൽകാനും മകളെ പ്രാപ്തയാക്കിയതും ഈ പിന്തുണ തന്നെയാകാം.